ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഒരു ജേർണലിംഗ് സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞൊരു ഡയറിയിലാണ് ഞാൻ എൻ്റെ ജേർണലിംഗ് 2022 സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കവിടെ ഡേറ്റ് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യം തന്നെ ഞാൻ പൈസക്ക് സ്റ്റിക്കറൊക്കെ വാങ്ങാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം തന്നെ ഈ ഒരു ജേർണലിംഗ് ബുക്കിൽ ചെയ്തിരിക്കുന്ന എല്ലാം ഹാൻഡ് മെയ്ഡായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ജേർണലിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു ജ്ഞാനമൊന്നും ഇല്ലാണ്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയെല്ലാം കണ്ടിട്ട് പോയി ഓരോന്ന് റെഫറൻസ് എടുത്ത് വരച്ച്, പകുതിയും പിൻട്രസ്റ്റും ഗൂഗിളൊക്കെ തന്നെയാണ് ഞാൻ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റൊക്കെ വെറുതെ സ്റ്റിക്കർ എടുത്ത് ചറപ്പറ ഒട്ടിക്കലായിരുന്നു എൻ്റെ പരിപാടി. അതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ദിവസത്തെക്കുറിച്ച് എഴുതാം, അങ്ങനെയെല്ലാം ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഓരോ ക്വാട്സൊക്കെ ആഡ് ചെയ്ത് തുടങ്ങിയത്. ഇതിൽ പലതും എനിക്ക് വളരെ ഇഷ്ടമുള്ളതുമുണ്ട്, എന്നാൽ തീരെ ഇഷ്ടമല്ലാത്ത ജേർണലിംഗ് ഉണ്ട്. അങ്ങനെ ജേർണലിംഗ് അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അതെല്ലാം പൂട്ടിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും ജേർണലിംഗ് റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഒരു മണ്ടത്തരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലോസി എഫക്റ്റ് കിട്ടാൻ വേണ്ടി പശ എടുത്ത് അതിൻ്റെ പുറത്തങ്ങ് തേച്ച് വെച്ചു. അങ്ങനെ മൊത്തം അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വരച്ചൊട്ടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. പണ്ടത്തേനെക്കാട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എന്ത് ചെയ്യാനാ, എൻ്റെ മണ്ടത്തരം കാരണം അത് ഇങ്ങനെയുമായി. ഞാനപ്പോൾ ജേർണലിംഗ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ജേർണലിങ്ങിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ബൈ.